Hi dears, welcome to Tooth File. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. JCയുടെ സിലബസിൽ കോപ്പറേഷൻ എന്ന പാർട്ടിൽ സിലബസിൽ നമുക്ക് 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്? അപ്പോൾ JCയുടെ സിലബസിൽ 2 പാർട്ടുണ്ട്. കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന 2 പാർട്ടാണ് ഉള്ളത്. കോപ്പറേഷൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എത്ര മൊഡ്യൂൾസാണ്? മൊത്തം ആകെ പഠിക്കാനുള്ളത് 9 മൊഡ്യൂൾസാണ്. 5ാമത്തെ മൊഡ്യൂളാണ്. ആ 5ാമത്തെ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്, ടൈപ്പ് ഓഫ് ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, സ്റ്റേജ്ഡ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റിക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, കോപ്പറേറ്റീവ് ഓഡിറ്റർ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അസസ്മെൻറ്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ നമ്മളോട് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും, അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്നുള്ളത് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഡെഫിനിഷൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ദെൻ സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ഓഡിറ്റും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മുടെ KCS ആക്റ്റിൽ സെക്ഷൻ 2 എന്ത് പറയുന്നത്? ഡെഫിനിഷൻ പറയുന്നത്. KCS ആക്റ്റിൽ എവിടെയാണ് ഡെഫിനിഷൻ പറയുന്നത്? 2 ആ 2 തന്നെ 2AB നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓഡിറ്റ് എന്നതുകൊണ്ട് KCS ആക്റ്റിൽ മീൻ ചെയ്യുന്നത് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2B. എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, overdue debt if any maintenance of books of account, documents and other records of business, preparation of audit report and include an enquiry into the affairs of the society and a subsidiary institution in accordance to ascertain the correctness of accounts and the extent to which its activity were useful in promoting the economic welfare of the members in accordance with the cooperative principle. ഇതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ KCS ആക്റ്റിലെ സെക്ഷൻ 2B കോപ്പറേറ്റീവ് ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? അക്കൗണ്ട്സിൻ്റെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അതൊരു ക്ലോസ് എക്സാമിനേഷനാണ്. എന്താണ് ഒരു ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ? എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലോസ് ആയിട്ട് എക്സാം ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓവർ ഡ്യൂ ഡെപ്റ്റ്, ഇഫ് എനി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, അപ്പോൾ ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ ബുക്കുകൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം ആ കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, പിന്നെ ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? എൻക്വയറി ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സൊസൈറ്റിയുടെയും സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അഫയേഴ്സിനെ കുറിച്ചുള്ള എൻക്വയറി,
എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റി വെയർ യൂസ്ഫുൾ. അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് നോക്കണം. കറക്റ്റ്നെസ് നോക്കിയാൽ മാത്രം മതിയോ? പോരാ. എവിടെ വരെ ഈ ആക്ടിവിറ്റി യൂസ്ഫുൾ ആയിട്ടുണ്ട്? എന്തിനു വേണ്ടിയിട്ട്? പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർ ആണ് ഒരു സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് എവിടെ വരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം? ഏത് പ്രകാരം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ സൊസൈറ്റീസ് ഫോം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത സൊസൈറ്റി കൊണ്ട് എന്തുമാത്രം യൂസ്ഫുൾ മെമ്പേഴ്സിന് കിട്ടിയിട്ടുണ്ട്, അത് ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ്സും. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് 2Bയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ 2Bയുടെ കൂടെ ഈ ഡെഫിനിഷൻ്റെ കൂടെ ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ സെൻറ്റൻസ് എന്ന് വെച്ചാൽ, ഇറ്റ് ഇൻക്ലൂഡ് ദ വേരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സിൻ്റെ വേരിഫിക്കേഷൻ്റെ കാര്യത്തിൽ എന്ത് കൂടി ചെയ്യേണ്ടതുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ് ദ വേരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. സോഫ്റ്റ്വെയർ സൊല്യൂഷനിലൂടെ ഉള്ള അക്കൗണ്ട്സിൻ്റെ വേരിഫിക്കേഷനും ഇൻഫർമേഷൻ്റെ ഓഡിറ്റിങ്ങും ഡേറ്റയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത് കൂടി എന്താണ്? ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് എന്നത് ക്ലിയർ ആയോ? അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? എക്കണോമിക് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഓഡിറ്റിങ്ങിൽ ഉൾപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളത് കൃത്യമായിട്ട് പറയണം. ഓക്കെ, ദെൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ മോർ കോംപ്രിഹെൻസീവ് എൻക്വയറി ദാൻ എ മെയർ ഫിനാൻഷ്യൽ ഓഡിറ്റ്. നോർമലി ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് പോലും അല്ല കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതൊരു കോംപ്രിഹെൻസീവ് എൻക്വയറിയാണ്. എന്താണ് ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്? അതൊരു കോംപ്രിഹെൻസീവ് എൻക്വയറിയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ എന്ത് ചെയ്യണം? എൻക്വയറി നടത്തണം. വെറുതെ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൂടിയാണ്? അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടെ നടത്തേണ്ടതുണ്ട്. വെറുതെ അക്കൗണ്ട്സ് മാത്രം ചെക്ക് ചെയ്തിട്ട് പോയാൽ പോരാ. ബാക്കി എല്ലാ കാര്യങ്ങളും, സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ റെക്കോർഡ്സും, എല്ലാ കാര്യങ്ങളും പക്കയാണോ? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണോ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്? അങ്ങനെ മെമ്പേഴ്സിന് വെൽഫെയർ ഉണ്ടാക്കുന്നുണ്ടോ? ആ സൊസൈറ്റിയുടെ ലക്ഷ്യം അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്യാഷ് ബാലൻസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തു, അതല്ലെങ്കിൽ വന്നതും പോയതും ഒക്കെ കറക്റ്റാണോ, എടുത്തു വെച്ചിരിക്കുന്ന വൗച്ചേഴ്സൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നോക്കി ചെയ്താൽ പോരാ. ഒരു പേയ്മെൻറ്റ്, ഒരു ലോൺ അവിടെ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള പേപ്പറുകൾ അവിടെ കിട്ടിയിട്ടുണ്ടോ, അതും കൃത്യമായിട്ട് കൊടുക്കേണ്ട രീതിയിലാണോ ലോൺ കൊടുത്തിരിക്കുന്നത്, അതിന് അർഹതയുള്ള ആളിലേക്കാണോ അത് എത്തിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിലും ഉൾപ്പെടും? ഓഡിറ്റിൽ ഉൾപ്പെടും. അതുകൊണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് എൻക്വയറിയാണ്. വെറുതെ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ല. ഫിനാൻഷ്യൽ ഓഡിറ്റിന് പകരം അതെന്തുകൂടി അതിൻ്റെ അത് ഇൻക്ലൂഡഡ് ആണ്. ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ദെൻ മാക്ലഗാൻ കമ്മിറ്റിയുടെ വേർഡ്സിൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന കാര്യം, ഓഡിറ്റ് എന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. മാക്ലഗാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അവർ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഓഡിറ്റ് എന്ന് പറയുന്ന വെറുതെ ഒരു മെയർ എക്സാമിനേഷൻ ഓഫ് ഡെപ്റ്റോ വാല്യുവേഷൻ ഓഫ് അസറ്റ്സോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോ ഒന്നും കൊണ്ട് തീരുന്നില്ല. പകരം എന്താണ്?
എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായ രീതിയിലാണോ ലോൺ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടുന്ന സെക്യൂരിറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ മേടിച്ചിട്ടുണ്ടോ, ആക്റ്റും റൂളും ബൈലോയും ഒക്കെ ഇൻഫ്രിഞ്ച് ചെയ്തിട്ടുണ്ടോ, ക്യാഷ് ബാലൻസ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ, ക്യാഷ് ബാലൻസിൻ്റെ കറക്റ്റ്നെസ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ബുക്സും അഡ്ജസ്റ്റ്മെൻറ്റും എൻട്രീസും എല്ലാം കൃത്യമാണോ, പ്രോപ്പർ വേയിലാണോ, ജനറലി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ഒരു സൊസൈറ്റി പോകുന്നത്, സൊസൈറ്റിയുടെ വർക്കിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. പിന്നെ കമ്മിറ്റി ഓഫീസേഴ്സ്, ഓർഡിനറി മെമ്പേഴ്സ് ഇവർക്കൊക്കെ തങ്ങളുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്? ഓഡിറ്റിങ്ങിൽ വരുന്നതാണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൽ ഇക്കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സും സ്കോപ്പുമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സ്കോപ്സ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. The auditor of a cooperative society has not only to conduct the audit according to the normally accepted principle, but have also to follow the instruction issued by the Registrar of Cooperative Societies, Director of Cooperative Audit, RBI, NABARD from time to time. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? നോട്ട് ഓൺലി കണ്ടക്ട് ദ ഓഡിറ്റ് അക്കോർഡിംഗ് ടു ദ നോർമലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. നോർമലി അക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പ്രകാരം ഓഡിറ്റ് നടത്തിയാൽ മാത്രം പോരാ. സമയാസമയങ്ങളിൽ രജിസ്ട്രാറോ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, RBI, നബാർഡ് ഇവരൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ എന്താണ് സ്കോപ്പിൻ്റെ അത് പറയുന്നത്? ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വെറുതെ ഓഡിറ്റ് നടത്തിയാൽ മാത്രം പോരാ. ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഓഡിറ്റ് നടത്തിയാൽ മാത്രം പോരാ. പകരം എന്ത് ചെയ്യണം? സമയാസമയങ്ങളിൽ ആരൊക്കെ? നമ്മുടെ RCS, രജിസ്ട്രാർ അല്ലെങ്കിൽ DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, RBI, നബാർഡ് ഇവരൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താണ്? ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക. എന്താണ്? സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ഇൻ ദെയർ ഫിനാൻസ്. ആരുടെയൊക്കെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം? മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ഈ ക്രെഡിറ്റേഴ്സിൽ ആരോടെ ഇൻക്ലൂഡ് ചെയ്യും? ഗവൺമെൻറ്. ഓക്കെ, then the duties of cooperative auditor are much more extensive than those of the auditor of a joint stock company. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്ററിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആര്? ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടിയിൽ. ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഓഡിറ്റർ എന്തുമാത്രം ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റിൻ്റെ കറക്റ്റ്നെസ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ ചെക്ക് ചെയ്താൽ മതി. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റർ അത് മാത്രം ചെയ്താൽ പോരാ. മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, സൊസൈറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്തുമാത്രം പ്രയോജനം വരുന്നുണ്ട്, ഉദ്ദേശിക്കുന്ന രീതിയിൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം ഓഡിറ്റിൽ വരും. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം എന്താണ്? ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ദെൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്. എന്ത് ചെയ്യണം? ഓവർ ഡ്യൂ ഡെപ്റ്റ് എക്സാമിൻ ചെയ്യണം. എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓവർ ഡ്യൂ ഡെപ്റ്റിനെ, ഒരു സൊസൈറ്റിയിൽ ഡെപ്റ്റ് എന്തായിട്ടുണ്ടാവും? ഓവർ ഡ്യൂ ആയിട്ടുണ്ടാവും. അതിൻ്റെ ചാൻസ്,
അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഓവർ ഡ്യൂ ഡെപ്റ്റ്സിനെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ? ഗുഡ്, ബാഡ്, ഡൗട്ട്ഫുൾ എന്ന 3 രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തുകൂടെ ഉണ്ട് ഓവർ ഡ്യൂ ഡെപ്റ്റിൻ്റെ ബേസിൽ? ഡീറ്റെയിൽ ആയിട്ട് അത് എക്സാമിൻ നടത്തിയിട്ട് അതിനു വേണ്ടി സൊസൈറ്റി ആ ഡെപ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പ്രോംപ്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കണം. അപ്പോൾ ഓവർ ഡ്യൂ ഡെപ്റ്റിൻ്റെ കാര്യത്തിൽ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഓഡിറ്റർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ ഓവർ ഡ്യൂ ഡെപ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെ? ഗുഡ്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ. ഗുഡ്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ എന്ന് ക്ലാസിഫൈ ചെയ്യണം. അത് കൂടാതെ ബാലൻസ് ഷീറ്റിൽ ഓവർ ഡ്യൂ ഡെപ്റ്റ് ഉണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്താൽ മാത്രം പോരാ. ആ ഡെപ്റ്റ്, ഓവർ ഡ്യൂ ഡെപ്റ്റ് റിക്കവർ ചെയ്യാനുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതുമായ ആക്ഷൻ സൊസൈറ്റി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം? ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം. വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മുടെ ഓഡിറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ഓഡിറ്ററിൻ്റെ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ്. ആ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റർ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യണം. സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് കൃത്യമാണോ, അതിൻ്റെ ആക്യുറസി കറക്റ്റ് ആണോ എന്നുള്ളത് ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് ആ ഫിഗർ, ആക്യുറസി ഓഫ് ദ ഫിഗേഴ്സ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യണം. കൃത്യമാണോ എന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യണം? ഓഡിറ്റർ സ്ഥിരീകരിക്കണം. എങ്ങനെ? ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ അസർട്ടൈൻ ചെയ്ത് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് പ്രകാരം അസർട്ടൈൻ ചെയ്തിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഹാസ് ടു സീ ദാറ്റ് ഓൾ ദോസ് അസറ്റ്സ് ആർ കറക്റ്റ്ലി വാല്യൂഡ്. അസറ്റ്സ് കറക്റ്റായിട്ടാണോ വാല്യൂ ചെയ്തിരിക്കുന്നത്, കൃത്യമായിട്ടാണോ ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അത് കൃത്യമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ച് കൊടുക്കാൻ. ഓഡിറ്ററുടെ ഡ്യൂട്ടിയിൽ ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വെരിഫിക്കേഷൻ്റെ സമയത്ത് ആ ബാലൻസ് ഷീറ്റിൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ എന്നാണോ ഈ അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അസറ്റ്സ് ആ സൊസൈറ്റിയുടെ കയ്യിൽ ഇന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്ത് വാല്യൂ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ആ അസറ്റ്സ് സൊസൈറ്റിയുടെ കയ്യിലാണോ അതിൻ്റെ പൊസിഷൻ എന്നുള്ളത്, അത് സൊസൈറ്റി അതിൻ്റെ ആ ഒരു അസറ്റ് കൊണ്ടുള്ള യൂസേജ് അവർ തന്നെയാണോ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണോ എടുക്കുന്നത്, ആ ബാലൻസ് ഷീറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റിൽ ആ അസറ്റിൻ്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ തന്നെയാണോ, അവർ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ തന്നെ വെച്ച് അവർ തന്നെയാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. പിന്നെ എന്തുകൂടെ നോക്കണം? ഓഡിറ്റർ ആ അസറ്റ് ഫ്രീ ഫ്രം എനി ചാർജ് ഓർ മോർട്ട്ഗേജ്, എന്തെങ്കിലും ചാർജോ മോർട്ട്ഗേജോ അതിൽ നിന്ന് ആ അസറ്റ് ഫ്രീ ആണോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഫിസിക്കൽ വെരിഫിക്കേഷൻ ഷുഡ് ഓൾസോ ബി ഡൺ. എന്തുകൂടെ ചെയ്യണം? ഫിസിക്കൽ വെരിഫിക്കേഷൻ കൂടെ നടത്തണം. പിന്നെ എന്തൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്? വെരിഫിക്കേഷൻ ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ്സിൻ്റെ ടൈറ്റിൽ വെരിഫൈ ചെയ്യണം. എങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഷെയർ, സർട്ടിഫിക്കറ്റ്, സെക്യൂരിറ്റി, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിലൂടെ കൃത്യമായിട്ടുള്ള ടൈറ്റിലിൽ തന്നെയാണ് ആ ഓരോ കാര്യങ്ങളും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം? ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ ആക്യുറസി. The accuracy of the balance sheet and profit and loss account depend upon the correct valuation of assets and liability. Assets and liabilityയുടെ കറക്റ്റ് വാല്യുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒക്കെ ആക്യുറസി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി വാല്യൂ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. വാല്യുവേഷൻ ഓഫ് അസറ്റ് ഹാസ് ടു മേക്ക് ടേക്കിംഗ് ഓൾസോ ഇൻ ടു കൺസിഡറേഷൻ ദ ഒറിജിനൽ കോസ്റ്റ്. ഒറിജിനൽ കോസ്റ്റ് കണക്കിലെടുത്ത് വേണം എന്ത് ചെയ്യാൻ? അസറ്റിനെ വാല്യൂ ചെയ്യാൻ.
പിന്നെ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? അതിൻ്റെ പ്രോബബിൾ വർക്കിംഗ് ലൈഫ് ഓഫ് ആൻ അസറ്റ്, ആ അസറ്റ് എത്ര നാൾ വർക്ക് ചെയ്യും, ചാൻസ് ഓഫ് അസറ്റ് ബിക്കം ഒബ്സൊല്യൂട്ട്, ആ അസറ്റ് എന്ന് ഒബ്സൊല്യൂട്ട് ആകാം. ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ? അസറ്റിനെ വാല്യൂ ചെയ്യാൻ. ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വാല്യുവേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഈസ് കറക്റ്റ് ആയിരിക്കണം. ആവശ്യത്തിനുള്ള പ്രൊവിഷൻസും കണ്ടിജൻസീസും എല്ലാം മെയ്ഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് വാല്യൂ ചെയ്യണം എന്നുള്ളത് എന്താണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ വാല്യുവേഷൻ ഒരു അസറ്റ്സ് വിത്ത് റിഗാർഡ് ടു ദ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ്റെ കാര്യത്തിൽ എന്താണ്? ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഹാസ് ടു സീ ഓൾ ദാറ്റ് നോൺ ലയബിലിറ്റീസ് ആർ ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ലയബിലിറ്റിയുടെ കേസിൽ അറിയാവുന്ന എല്ലാ ലയബിലിറ്റീസും കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടുന്ന അമൗണ്ട്സ് ആർ നോട്ട് സർട്ടൺ, ദ ഇൻഷുർ മെയ്ഡ് ഹാവ് ബീൻ റീസണബിൾ. എമൗണ്ട് ഉറപ്പല്ല എങ്കിൽ അതിന് റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് അതിന് വേണ്ടി എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദ ഓഡിറ്റർ ഹാസ് ഓൾസോ ടു സീ ദാറ്റ് പ്രൊവിഷൻ മെയ്ഡ് ആർ ആഡിക്വേറ്റ്. ഓരോ കാര്യങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആണോ, കൃത്യമാണോ എന്നുള്ള കാര്യവും ഓഡിറ്റർ പരിശോധിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ഹറൻസ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണോ, അതിനോട് അനുബന്ധിച്ച് തന്നെയാണോ സൊസൈറ്റിയുടെ വർക്കിംഗ് പോകുന്നത് എന്നുള്ള കാര്യവും ഓഡിറ്റിൽ വെരിഫൈ ചെയ്യണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോളോ ചെയ്യേണ്ടത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കോപ്പറേറ്റീവ് ഓഡിറ്റിൽ നോക്കേണ്ട കാര്യമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? മെമ്പേഴ്സിൻ്റെ അസോസിയേഷനാണ്. ആ മെമ്പേഴ്സ് എന്തിനാണ് അങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്? ടു ഏൺ പ്രോഫിറ്റ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ അവർക്ക് എന്ത് വേണം? ഏണിങ്സ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എന്താണ്? ടു സെക്യൂർ റിസോഴ്സസ് ആൻഡ് സർവീസ് റിക്വയർഡ് ദം. അവർക്ക് അവരുടെ റിസോഴ്സസ് സെക്യൂർ ആയിരിക്കണം, അവർക്ക് വേണ്ടുന്ന സർവീസസ് അവർക്ക് ലഭിക്കുകയും വേണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ വെൽഫെയർ, അവരുടെ സൊസൈറ്റീസിൻ്റെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ സൊസൈറ്റി അതേ രീതിയിൽ തന്നെയാണോ പോകുന്നത്? അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഓൺ ദ ബേസിസ് ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് തന്നെയാണോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റിൽ പരിഗണിക്കണം. നെക്സ്റ്റ്, പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദെയർ പാസ്ബുക്ക്. എന്താണ് പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദെയർ പാസ്ബുക്ക്? പേഴ്സണൽ വെരിഫിക്കേഷൻ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം? പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്തണം. എന്തൊക്കെ കാര്യങ്ങൾ? അക്കൗണ്ട്സ് ആൻഡ് എക്സാമിൻ ദെയർ പാസ്ബുക്ക്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ മെമ്പേഴ്സിൻ്റെ പാസ്ബുക്ക് കാര്യങ്ങളുണ്ട്, ഡേ ബുക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ എന്തെങ്കിലും ഡിസോണസ്റ്റ് എംപ്ലോയീസോ ഓഫീസ് ബെയേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്തെങ്കിലും മാൽപ്രാക്ടീസസ്, മാനിപ്പുലേഷൻസ് അക്കൗണ്ട്സിൽ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് നോക്കേണ്ടത് ഓഡിറ്റിൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഒരു സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് നോക്കാം, കറക്റ്റ് പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ദ എൻട്രീസ് ഓഫ് ദ റെസിപ്റ്റ്സ്. ബുക്കുകളിലെ എൻട്രി റെസിപ്റ്റ്സുമായിട്ട് കമ്പയർ ചെയ്യണം. അത് ചെയ്താൽ മാത്രം മതിയോ? പോരാ. വൗച്ചേഴ്സും ഡോക്യുമെൻറ്റ്സുമായിട്ട് വെരിഫൈ ചെയ്യണം എന്നുള്ളത് ചെയ്യണം. അതുകൂടാതെ തന്നെ പേഴ്സണൽ വെരിഫിക്കേഷനും എക്സ്പ്ലനേഷനും ഒക്കെ മേക്ക് ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്താൽ മാത്രം പോരാ? ഡേ ബുക്ക് അത് കമ്പയർ ചെയ്താൽ മാത്രം പോരാ. കറക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നോർമലി എന്താണ് ഒരു ഓഡിറ്റിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങിൽ ചെയ്യുന്നത്?
ഒരു സൊസൈറ്റിയുടെ കറക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് എൻട്രീസ് കമ്പയർ ചെയ്യും. റെസിപ്റ്റ്, വൗച്ചറും ഡോക്യുമെൻസും ഒക്കെ വെച്ചിട്ട് എൻട്രീസ് കമ്പയർ ചെയ്യും. പക്ഷേ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അതുമാത്രം നടത്തിയാൽ മതിയോ? പോരാ. എൻക്വയറി നടത്തണം. പേഴ്സണൽ എൻക്വയറി നടത്തേണ്ട കാര്യങ്ങളിൽ പേഴ്സണൽ വെരിഫിക്കേഷൻ, അക്കൗണ്ട്സ് ഒക്കെ കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് വിളിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ തന്നെ വിളിച്ച് അവരുടെ പാസ്ബുക്കും കാര്യങ്ങളും കൂടെ വെച്ചിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന എൻട്രീസും ഡോക്യുമെൻസും റെസിപ്റ്റ്സും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. അതാണ് പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദെയർ പാസ്ബുക്ക്. ഇങ്ങനെ ആളുകളെ പേഴ്സണലായിട്ട് വിളിച്ച് അവരുടെ പാസ്ബുക്ക് വെരിഫൈ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത് ഏത് പ്രകാരമാണ്? സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരമാണ് ഓഡിറ്ററിന് ഈ പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മെമ്പേഴ്സിനെ വിളിപ്പിച്ച് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കമ്പയർ ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരമാണ്. നെക്സ്റ്റ് എന്താണ്? അസസ്മെൻറ്റ് ഓഫ് ഡാമേജ് ഡ്യൂ ടു നെഗ്ലിജൻസ്. എന്തെങ്കിലും നെഗ്ലിജൻസ് പ്രകാരം ആരുടെയെങ്കിലും നെഗ്ലിജൻസ് കൊണ്ട് ആ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കെയർ ചെയ്യാതെ നെഗ്ലിജൻസ് വരുത്തി ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും നഷ്ടമോ ഡെഫിഷ്യൻസിയോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. കെയർഫുള്ളായിട്ട് എക്സാമിൻ നടത്തി റിലവൻ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുകൂടെ അസസ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. അതും ഓഡിറ്റിങ്ങിൻ്റെ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. ഹി ഈസ് ദസ് വെസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സേഫ് ഗാർഡിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ്. നമ്മുടെ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ്. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ്? എങ്ങനെയാണ് കൊടുക്കുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട് പ്രകാരം, റൂൾസ് പ്രകാരം, സെക്ഷനും റൂളും പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലോൺസ്, അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ ഇർറിക്കവർ ആണ് എങ്കിൽ മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഓഡിറ്റർ. എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് അങ്ങനെയാണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഓഡിറ്റർ എന്ത് ചെയ്യാമുള്ളൂ? ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാമുള്ളൂ. റൂള് 62 ആ കാര്യം പറയുന്നത്. ഓക്കെ. അവാർഡിംഗ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ടു ദ സൊസൈറ്റി. ഓഡിറ്റ് നടത്തിയതിന് ശേഷം ഓരോ സൊസൈറ്റിക്കും ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അവാർഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഫീച്ചറിൽ വരുന്നതാണ്. On completion of the statutory audit, the authority competent under the rule has to award an audit classification to the society in accordance with the instruction issued by the registrar from time to time. Registrar സമയാസമയങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഓരോ സൊസൈറ്റീസിനും ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ അവാർഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിനും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനും എന്താണ്? നമ്മൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ A, B, C and D ക്ലാസസ്. ക്ലാസിഫിക്കേഷൻ ഈസ് മെയ്ഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ജനറൽ പെർഫോമൻസ് ഫോർ വിച്ച് മാർക്ക് ആർ അവാർഡഡ് ഫോർ ഈച്ച് ഐറ്റം. ഓരോ ഐറ്റത്തിനും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിൻ്റെ ബേസിൽ സൊസൈറ്റീസിനെ എങ്ങനെയാണ് A, B, C, D എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ എടുത്തത് എന്താണ്? സ്കോപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പും ഫീച്ചേഴ്സുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് സ്കോപ്സ് ആൻഡ് ഫീച്ചേഴ്സിൽ വരുന്നത്? എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദെൻ അഡ്ഹറൻസ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, പേഴ്സണൽ വെരിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദെയർ പാസ്ബുക്ക്, അസസ്മെൻറ്റ് ഓഫ് ഡാമേജസ് ഡ്യൂ ടു നെഗ്ലിജൻസ്, സർട്ടിഫിക്കേഷൻ ഓഫ് ബാഡ് ഡെപ്റ്റ്, awarding of audit classification to the society. ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്സ് ആൻഡ് ഫീച്ചേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഏതാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി.
കോപ്പറേറ്റീവ് സൊസൈറ്റീസും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള ഓഡിറ്റിലെ ഡിഫറൻസ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓഡിറ്റ് നടത്തുമ്പോഴും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്റ് നടത്തുമ്പോഴുമുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് ഈ ഒരു പോർഷൻ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയേക്കാം. സെക്ഷൻ 63 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം, ഷാൽ സീസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഇൻ റൈറ്റിംഗ് ഇൻ ദിസ് ബിഹാഫ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ ആണ് നടത്തുന്നത്. അതാരാണ്? ഡ്യൂട്ടി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി ഷാൽ കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഇയർ. വർഷത്തിൽ ഒരു പ്രാവശ്യം ഓഡിറ്റ് നടത്തേണ്ടത്. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. ആര് ഓതറൈസ് ചെയ്യുന്ന പേഴ്സണാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലൂടെ റൈറ്റിങ്ങിലൂടെ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന പേഴ്സണാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് നടത്തുന്നത്. അത് ഏത് പ്രകാരമാണ്? സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് നടക്കുന്നത്. ദെൻ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് നടത്തുന്ന സെക്ഷൻ ഏതാണ്? അത് നടക്കുന്നത് സെക്ഷൻ 139 മുതൽ 148 വരെ. അമെൻമെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഏത് ആക്ടാണ് അവിടെ വരുന്നത്? കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 139 മുതൽ 148 വരെയുള്ള സെക്ഷൻ പ്രകാരമാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് നടക്കുന്നത്. ദസ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് സ്റ്റേറ്റ് കൺട്രോൾഡ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് ഈസ് ആൻ ആനുവൽ ഒബ്ലിഗേഷൻ ലെഫ്റ്റ് ടു ദ കമ്പനി ഇറ്റ്സെൽഫ്. അത് കമ്പനിക്ക് മാത്രം ബാധിക്കുന്ന, കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനിയുടെ ഒരു ഒബ്ലിഗേഷനാണ്, അവരുടെ ഒരു ബാധ്യതയാണ് ഓഡിറ്റ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് സ്റ്റേറ്റ് കൺട്രോൾഡ് ആണ്. പക്ഷേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് ആരുടെ ഒബ്ലിഗേഷനാണ്? കമ്പനിയുടെ ഒബ്ലിഗേഷനാണ്. ഓക്കെ, ഏത് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 139 മുതൽ 148 വരെ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ് ചെയ്യുന്നത്? ജനറൽ ബോഡിയാണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്ന് ഓഡിറ്ററെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ജനറൽ ബോഡിയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്ന് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ജനറൽ ബോഡി. ജനറൽ ബോഡിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആരാണ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ബൈ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സാണ് അതിൻ്റെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡെഫിനിഷനിൽ മാക്ലഗാൻ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞതാണ്. അതാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. അരിത്തമെറ്റിക്കൽ ആക്യുറസി മാത്രം പോരാ, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. സൊസൈറ്റിയുടെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെൽഫെയർ അവിടെ ഉണ്ടാകുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാക്ലഗാൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ സംബന്ധിച്ച്. ആ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കിക്കോളുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. അതിൻ്റെ അകത്ത് ഷെയർ കൊടുത്തിരിക്കുന്നതിൽ അവരുടെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി പ്രോഫിറ്റ് സീക്കിംഗ് കൺസേൺഡ് പ്രോഫിറ്റ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മെമ്പേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അതെന്ത് ചെയ്യണം? മെമ്പേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് സൗണ്ട് കോപ്പറേറ്റീവ് ലൈനിലാണോ പോകുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണോ പോകുന്നത്? അതിൻ്റെ ലക്ഷ്യം അത് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഫോം ചെയ്തത് ആ കാര്യങ്ങളെല്ലാം അത് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആ മെമ്പേഴ്സിൻ്റെ
ഇമ്പ്രൂവ്മെൻറ്റ് ആ സൊസൈറ്റിയിലൂടെ നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ളതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യം. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് സീക്കിംഗ് മാത്രമാണ്. പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ഡിവിഡൻ്റായിട്ട് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? കമ്പനി തന്നെയാണ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കമ്പനി ദംസെൽസ് ആണ്. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് ലയബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണം? സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർ എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതിന് ലയബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് അവരത് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഓഡിറ്റ് നടത്തി അത് കൃത്യമാണെന്ന് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം. ഇങ്ങനെയാണ് സ്ക്രൂട്ടണി നടത്തി ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് പോകുന്നത്. എന്നാൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി ദംസെൽസ് ആണ്. കമ്പനി തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. In a cooperative society, interest accrued and fallen overdue and interest accrued after an item of interest has fallen overdue is excluded for arriving net profit. Net profit arrive ചെയ്യുന്ന സമയത്ത് interest accrued, fallen overdue and interest accrued after an item of interest has fallen overdue ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇൻട്രസ്റ്റ് അക്രൂഡ്, ഓവർഡ്യൂ ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 64 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു എക്സാമിൻ ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി ആൻഡ് ഓൾസോ ടു വാല്യുവേറ്റ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. But in joint stock company, the auditor simply check the valuation made by the management. Thus, cooperative audit entails a more comprehensive enquiry than is usually made in case of a joint stock companies. എന്താണ്? സെക്ഷൻ 64 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. ഓവർഡ്യൂ ഡെപ്റ്റ് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് വെരിഫൈ ചെയ്തിട്ടും ശേഷം വേണം അത് ഓവർഡ്യൂ ഡെപ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാൻ? സർട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ എന്താണ്? അസറ്റിൻ്റെ വാല്യൂസൊക്കെ എന്താണ്? കൃത്യമായ രീതിയിൽ വാല്യുവേഷൻ ചെയ്യണം. എങ്ങനെയൊക്കെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വാല്യൂ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്റർ എന്ത് ചെയ്താൽ മതി? വെറുതെ വാല്യൂ മാത്രം, മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ മാത്രം സിമ്പിളായിട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി. അത് മാത്രമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിലെ ഡ്യൂട്ടി. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് മോർ കോംപ്രിഹെൻസീവ് എൻക്വയറി ആണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്തേണ്ട കാര്യമില്ല. മാനേജ്മെൻറ്റ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ഡോക്യുമെൻറ്റ്സ് വെച്ച് ജസ്റ്റ് വെരിഫൈ ചെയ്താൽ മതി. പക്ഷേ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട് ആൻഡ് റൂൾ പ്രകാരം കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുമ്പോൾ ആ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് പേഴ്സണലി വിളിച്ച് എൻക്വയറി നടത്തി ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ കൃത്യമായി ഒരു റിപ്പോർട്ട് കൊടുക്കാമുള്ളൂ. അതേമാതിരി തന്നെ ഒരു കാര്യം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ആ ഡോക്യുമെൻറ്റ്സ് അത് കറക്റ്റായ രീതിയിലാണോ, കറക്റ്റായ മാനറിലാണോ, കറക്റ്റായിട്ടുള്ള ടൈമിലേക്കാണോ ലോണുകൾ കൊടുക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എൻക്വയറി തന്നെ വേണം കോപ്പറേറ്റീവ് ഓഡിറ്റിൽ. ഓക്കെ, അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.